നമ്മൾ മലയാളികൾ കേട്ട കുസൃതി കഥകൾക്കുമപ്പുറം കരുത്തുള്ള 400 ചാത്തന്മാരുടെ ഒരു ഭീകര ലോകം തന്നെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രം മൂടിവെച്ച ആ നിഗൂഢ സത്യങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. ആരാണ് ഈ 400 ചാത്തന്മാർ? ഐതിഹ്യങ്ങൾ പ്രകാരം പരമശിവൻ കിരാതമൂർത്തിയായി, അതായത് ഒരു കാട്ടുവേടന്റെ രൂപത്തിൽ വനത്തിൽ അലഞ്ഞുതിരിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ആ വന്യമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെയും ഈശ്വരന്റെയും അപൂർവമായ കൂടിച്ചേരലിലാണ് ഈ ശക്തികൾ ജനിക്കുന്നത്. ഒരാളോ രണ്ടാളോ അല്ല, മറിച്ച് 400ഓളം വരുന്ന ഒരു വലിയ പടയണി തന്നെ അവിടെ ഉദയം ചെയ്തു. ഓരോ ചാത്തനും ഓരോ പ്രത്യേക സ്വഭാവവും ശക്തിയുമുള്ളവരാണ്. ഇവരിൽ ചിലർ കാവൽക്കാരായും ചിലർ യുദ്ധവീരന്മാരായും മറ്റു ചിലർ പ്രപഞ്ചത്തിലെ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നവരായും അറിയപ്പെടുന്നു. ഈ 400 പേരെയും നയിക്കുന്നത് സാക്ഷാൽ വിഷ്ണുമായയാണ്. മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്തു തീർക്കാൻ ശേഷിയുള്ള ഈ ചാത്തൻപട മന്ത്രവാദ ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയായി ഇന്നും നിലനിൽക്കുന്നു. ചാത്തന്മാരുടെ ഈ 400 അംഗ സൈന്യത്തിൽ ഓരോരുത്തർക്കും പ്രത്യേക ഉത്തരവാദിത്തങ്ങളും രൂപഭാവങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനികളായ 10 ചാത്തന്മാരെയാണ് ദശാചാത്തന്മാർ എന്ന് വിളിക്കുന്നത്. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. ഉദാഹരണത്തിന്, കരിഞ്ചാത്തൻ കറുത്ത രൂപത്തിൽ ഭീകരനായി പ്രത്യക്ഷപ്പെടുമ്പോൾ, പൂക്കുട്ടിച്ചാത്തൻ പൂക്കളുടെ ഗന്ധത്തോടെ ശാന്തനായാണ് വരുന്നത്. മുട്ടിച്ചാത്തൻ വീട്ടിന്റെ മേൽക്കൂരയിലും വാതിലിലും മുട്ടി ശബ്ദമുണ്ടാക്കി ഭീതി വിതയ്ക്കുന്നു. ഇവരെല്ലാം വിഷ്ണുമായയുടെ ഭടന്മാരായാണ് പ്രവർത്തിക്കുന്നത്. ഈ 400 പേരും ഒത്തുചേർന്നാൽ ലോകത്തെ ഏത് ശക്തിയെയും തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചാത്തന്മാരിൽ ചിലർ വീടിനും വസ്തുവകകൾക്കും സുരക്ഷയൊരുക്കുന്ന അതീവ ജാഗ്രതയുള്ള കാവൽക്കാരായിരിക്കുമ്പോൾ, മറ്റു ചിലർ ശത്രുക്കളെ ഭയപ്പെടുത്താനും അവരുടെ മനോവീര്യം തകർക്കാനുമാണ് നിയോഗിക്കപ്പെടുന്നത്. പഴയകാലത്ത് കള്ളും കോഴിയും രക്തബലിയും നൽകി ഈ അദൃശ്യശക്തികളെ പ്രീതിപ്പെടുത്തിയിരുന്ന നിഗൂഢമായ കർമ്മങ്ങൾ കാലാന്തരത്തിൽ ഭക്തിസാന്ദ്രമായ വഴിപാടുകൾക്കും പ്രതീകാത്മകമായ അർപ്പണങ്ങൾക്കും വഴിമാറിയിരിക്കുന്നു. ചാത്തന്മാരുടെ ഈ വിപുലമായ സൈന്യത്തിൽ വെച്ച് ഏറ്റവും കരുത്തനും ബുദ്ധിമാനുമായി കണക്കാക്കപ്പെടുന്നത് കുട്ടിച്ചാത്തനെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൊച്ചു ബാലന്റെ വേഷത്തിലാണ് അവൻ പലപ്പോഴും ദൃശ്യമാകുന്നത്. എന്നാൽ ആ നിഷ്കളങ്കമായ രൂപത്തിനു പിന്നിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മായാജാലങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിമിഷാർദ്ധം രൂപം മാറാനും ഒരേ സമയം പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുമുള്ള അമാനുഷിക ശേഷിയുള്ളതിനാൽ മന്ത്രവാദികൾക്ക് കുട്ടിച്ചാത്തനെ വരുതിയിലാക്കുക എന്നത് അത്യന്തം ദുഷ്കരമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഇണങ്ങിക്കഴിഞ്ഞാൽ യജമാനു വേണ്ടി അസാധ്യമായ കാര്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കുന്ന അതീവ വിശ്വസ്തനായ ഒരു അദൃശ്യമിത്രമായി അവൻ കൂടെയുണ്ടാകും. ഒരു വീട്ടിൽ ചാത്തന്റെ നോട്ടം വീണാൽ പിന്നെ അവിടെ സമാധാനമെന്നൊന്നില്ല. പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ അപ്പപ്പോൾ മാലിന്യങ്ങളും മുടിയും കൊണ്ട് നിറയ്ക്കുക, ആരും കാണാതെ വസ്ത്രങ്ങൾക്ക് തീ കൊടുക്കുക, കിണറ്റിലെ വെള്ളം കലക്കിക്കളയുക തുടങ്ങിയവയാണ് ഇവരുടെ രീതികൾ. ഇതിലേറ്റവും ഭയാനകമായത് കല്ലേറാണ്. എവിടെ നിന്നെന്നില്ലാതെ വീട്ടിന്റെ മേൽക്കൂരയിലും മുറ്റത്തും കല്ലുകൾ മഴ പോലെ വന്നു വീഴും. വാതിലുകളും ജനലുകളും കൊട്ടിയടച്ചാലും രക്ഷയില്ലാത്ത, മനുഷ്യനെ മാനസികമായി തളർത്തുന്ന ഒരുതരം ഒളിയുദ്ധമാണ് ഈ അദൃശ്യ ശക്തികൾ നടത്തുന്നത്. ഈ ശക്തികളെ മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രീതിയെയാണ് ചാത്തൻ സേവ എന്ന് വിളിക്കുന്നത്. ഇരുളടഞ്ഞ കാവുകളിലും വിജനമായ മന്ത്രവാദ കളങ്ങളിലും അർദ്ധരാത്രിയിൽ നടക്കുന്ന കഠിനമായ പൂജകളിലൂടെയാണ് ഇവരെ പ്രീതിപ്പെടുത്തുന്നത്. മന്ത്രവാദികൾ ഇവരെ തങ്ങളുടെ ഇഷ്ടമൂർത്തിയായി പ്രതിഷ്ഠിക്കുന്നു. ശത്രുക്കളെ നശിപ്പിക്കാനും നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചുപിടിക്കാനും, എന്തിന് മോഷണം പോകുന്നത് തടയാൻ കാവൽക്കാരായി പോലും ചാത്തനെ നിയമിക്കാറുണ്ട്. എന്നാൽ ഇത് വലിയൊരു ചൂതാട്ടം പോലെയാണ്. ഒരു ചെറിയ തെറ്റ് പൂജയിൽ സംഭവിച്ചാൽ ആ ശക്തി തിരിഞ്ഞ് യജമാനനെ തന്നെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ടുതന്നെ ചാത്തൻ സേവ എന്നത് ഭയവും ഭക്തിയും ഒരേപോലെ കലർന്ന ഒരു കഠിനമായ ആചാരമാണ്. കേരളത്തിൽ ചാത്തൻ സേവയെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് തൃശൂർ ജില്ലയിലെ പിരിങ്ങോട്ടുതര. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മണ്ണിലാണ് പ്രശസ്തമായ വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കാനടി, അവണങ്ങാട്ട് തുടങ്ങിയ കളരികളും ക്ഷേത്രങ്ങളും നൂറ്റാണ്ടുകളായി ഈ ഉപാസന നിലനിർത്തിപ്പോരുന്നു. ഈ പുണ്യഭൂമിയിലെത്തുമ്പോൾ ചാത്തൻ എന്നത് ഭയപ്പെടുത്തുന്ന ഒരു പ്രേതമല്ല, മറിച്ച് ഭക്തരുടെ വിളിപ്പുറത്തെത്തുന്ന വിഷ്ണുമായ എന്ന ദൈവമാണ്. ചാത്തനെ വിഷ്ണുമായ എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു നിഗൂഢമായ പുരാണകഥയുണ്ട്. ഒരിക്കൽ കൈലാസം ഉപേക്ഷിച്ച് കാട്ടിൽ വേടനായി കഴിഞ്ഞിരുന്ന ശിവഭഗവാനെ മോഹിപ്പിക്കാനായി വിഷ്ണു ഭഗവാൻ കൂളിവാക എന്ന അതിസുന്ദരിയായ വേടസ്ത്രീയുടെ രൂപം സ്വീകരിച്ചു. ഈ വിഷ്ണുമായ രൂപത്തിൽ ശിവന് ജനിച്ച തേജസ്വിയായ പുത്രനാണ് വിഷ്ണുമായ ചാത്തൻ. അതുകൊണ്ടുതന്നെ ചാത്തൻ എന്നത് വൈഷ്ണവ ശൈവ ശക്തികളുടെ ഒരു അപൂർവ സംഗമമാണ്. ഈ ദിവ്യരൂപത്തെയാണ് മന്ത്രവാദികൾ തങ്ങളുടെ ഉപാസനാമൂർത്തിയായി കണ്ടിരുന്നത്. ചാത്തന്മാരുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് അവർക്ക് പ്രകൃതിയുടെ മേലുള്ള നിയന്ത്രണം. ഒരാൾക്ക് നൽകിയ വാക്ക് പാലിക്കാനായി കാറ്റും മഴയും പോലും മാറ്റാൻ ഇവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഈ ശക്തിയെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് വിനാശകരമാകും.
പണ്ടുകാലത്ത് മന്ത്രവാദികൾ തമ്മിലുള്ള കുടിപ്പക തീർക്കാൻ ചാത്തന്മാരെ പരസ്പരം അയച്ചിരുന്ന ഭീകരമായ പോരാട്ടങ്ങളുടെ കഥകൾ മലബാറിലെയും മധ്യകേരളത്തിലെയും പഴയ കാരണവന്മാർക്ക് ഇന്നും പറയാനുണ്ട്. ഇത്തരം പോരാട്ടങ്ങളിൽ തോറ്റുപോയാൽ ചാത്തന്മാരെ ബന്ധനസ്ഥരാക്കി ചെമ്പുകുടങ്ങളിൽ ആവാഹിച്ചു കുഴിച്ചു മൂടുമായിരുന്നു. ഇന്നും പഴയ മനകൾ പൊളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുടങ്ങൾ ലഭിക്കുന്നത് ഈ ചരിത്രത്തിന്റെ തെളിവുകളാണെന്ന് കരുതപ്പെടുന്നു. ചാത്തന്മാരെ സംതൃപ്തരാക്കാൻ നടത്തുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് ചാത്തനൂട്ട്. ഇതൊരു സാധാരണ വഴിപാടല്ല, മറിച്ച് അദൃശ്യനായ ആ ശക്തിക്ക് നൽകുന്ന ഒരു വലിയ വിരുന്നാണ്. വറുത്ത പുരിയും കള്ളും മാംസവിഭവങ്ങളും അർപ്പിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ നടത്തുന്ന ഈ പൂജകൾ കണ്ടുനിൽക്കാൻ പോലും ഭയപ്പെടുത്തുന്നവയാണ്. ചാത്തൻ ഇത് നേരിട്ട് വന്ന് സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം. മന്ത്രങ്ങളുടെ അകമ്പടിയോടെ വിളക്കുകൾ തെളിച്ചുവെച്ച് യജമാനൻ ചാത്തനെ ഭക്തിയോടെ വിളിക്കുമ്പോൾ അവിടെ ഒരു അജ്ഞാത സാന്നിധ്യം അനുഭവപ്പെടാറുണ്ടെന്ന് പഴയ മന്ത്രവാദികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ചാത്തനെ ഉപാസിക്കുക എന്നത് സാധാരണ പൂജകൾ പോലെ ലളിതമായ ഒന്നല്ല. അത് അഗ്നിപരീക്ഷയോളം കഠിനമായ ഒരു വ്രതമാണ്. ചാത്തൻ സേവ നടത്തുന്ന മന്ത്രവാദികൾ മാസങ്ങളോളം നീളുന്ന ബ്രഹ്മചര്യവും കഠിനമായ പഥ്യങ്ങളും പാലിക്കേണ്ടതുണ്ട്. ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കിയാൽ മാത്രമേ ഈ വന്യമായ ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കൂ. ചെറിയൊരു ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ വ്രതഭംഗമോ ഉണ്ടായാൽ ഉപാസകൻ മാനസിക നില തെറ്റാനോ ശാരീരികമായി തളരാനോ സാധ്യതയുണ്ട്. ചാത്തൻ വിശ്വാസങ്ങളുടെ മറ്റൊരു കൗതുകകരമായ വശം അതിൻ്റെ മതസൗഹാർദ്ദമാണ്. തൃശ്ശൂരിലെ പല ക്രൈസ്തവ കുടുംബങ്ങളും തലമുറകളായി ചാത്തൻ സേവയിൽ വിശ്വസിക്കുന്നവരാണ്. ലൂർദ് മാതാവിൻ്റെ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലും ഈ അദൃശ്യശക്തിയുടെ സാന്നിധ്യം പരാമർശിക്കപ്പെടാറുണ്ട്. കരിമ്പനകളുടെ നാട്ടിൽ പോത്തിന് പുറത്തേറി വരുന്ന വിഷ്ണുമായ ചാത്തൻ സ്വാമി ജാതിയോ മതമോ നോക്കാതെ തന്നെ വിളിക്കുന്നവന്റെ അരികിലെത്തുന്നു എന്ന വിശ്വാസമാണ് ഈ നിഗൂഢ ലോകത്തെ സജീവമായി നിലനിർത്തുന്നത്. കാലമെത്ര മാറിയാലും ശാസ്ത്രമെത്ര വളർന്നാലും കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ അദൃശ്യമായ ആ കല്ലേറുകളുടെയും നിഴലുകളുടെയും കഥകൾ ഇന്നും അവസാനിക്കുന്നില്ല. ഇത് വെറുമൊരു വിശ്വാസമാണോ, അതോ നമ്മൾ ഇനിയും തിരിച്ചറിയാത്ത മറ്റൊരു ലോകത്തിന്റെ സത്യമോ? ഉത്തരം ഇന്നും ആ ഇരുളടഞ്ഞ തറവാടുകളിൽ രഹസ്യമായി അവശേഷിക്കുന്നു.